മന്ന വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളോടൊരു വലിയ സുപ്രധാന കാര്യം പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. ഞാൻ വൈകുന്നേരമായപ്പോൾ വീടിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് ഇറങ്ങി നടക്കും. നമ്മളൊക്കെ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി നടക്കാറുണ്ടല്ലോ, ഈവനിങ് വാക്കിന് എന്ന പോലെ. വിശാലമായ മുറ്റമാണ്, പിന്നെ റോഡ്, അങ്ങനെ എല്ലായിടത്തും നടന്ന് വന്നപ്പോൾ എന്തുമാത്രം പച്ചമരുന്നുകളാണ് നമ്മുടെ വീടിന് ചുറ്റുപാടും നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം കാണുന്നത്. പലതരം, അതായത് കിഴാർനെല്ലി, തഴുതാമ, ഉടകൻ, അങ്ങനെ അങ്ങ് പോകുന്ന ഒരു നീണ്ട നിര, മുക്കുറ്റി, ഇതെല്ലാം അത്യുത്തമമായ പച്ചമരുന്നുകളാണ്. ഈ പച്ചമരുന്നുകളിൽ നിന്നാണ് ഓരോ ഡോക്ടർമാരും ആയുർവേദ വൈദ്യന്മാരും എല്ലാം മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഇവരെ കൂടാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഇവരാണ് പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെ കളക്ട് ചെയ്ത് കിട്ടിയതാണ് ഇത് കണ്ട ഈ ബൊക്കെ. ഈ ബൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, 2 തരത്തിലുള്ള ചെടികൾ. ഇത് ഒരു റെഡ് ടിഞ്ച് കണ്ടോ, ഇതിന് പച്ച. അപ്പോൾ പച്ചയും ചുമപ്പും. ഇതാണ് കിഴാർനെല്ലി. കിഴാർനെല്ലി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് തന്നെ അർത്ഥമുണ്ട്. അർത്ഥത്തോടു കൂടിയാണ് ഓരോ പ്ലാന്റിനും സയൻറ്റിസ്റ്റ് പേരിടുന്നത്. അതുകൊണ്ടാണ് ബോട്ടണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയ വിഭാഗമായിട്ട് മാറിയിരിക്കുന്നത്. അർത്ഥമില്ലാത്തതൊന്നും ഇതിന് പേരല്ല. കിഴാർനെല്ലി എന്ന് പറഞ്ഞാൽ നെല്ലി ഫിലാന്തസ്. അപ്പോൾ ഫിലാന്തസ് എംബ്ലിക്കയാണ് നെല്ലിക്ക. ഫിലാന്തസ് എംബ്ലിക്കയാണ് നെല്ലിക്ക. അത് ഫിലാന്തേസിയെ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റാണ്. അതേ ഫാമിലിയിൽ തന്നെയാണ് ഇവരും വന്നിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർക്കും ഉണ്ട് നെല്ലിക്ക, പക്ഷേ ഇവരുടെ ഇലയുടെ അടിയിലാണ് ഈ നെല്ലിക്ക കാണുന്നത്. നിങ്ങൾ ഈ പ്ലാന്റ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം, നെല്ലിയുടെ ഇല പോലെ തന്നെ ഇരിക്കും ഇല. നെല്ലിയും അതുപോലെ തന്നെ വൈകുന്നേരമായാൽ ഉറങ്ങും, സ്ലീപ്പിംഗ് ട്രീസാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വൈകുന്നേരം ഈ ചെടിയെ പറിച്ചെടുത്തത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലകളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത് സ്ലീപ്പിംഗ് മൂഡുള്ളവരാണ്. പകലിൽ ഇവർ ഈ ഇലകളെല്ലാം വിടർത്തി വയ്ക്കും. അപ്പോഴേ ഓരോ ഇലയുടെ അടിയിൽ ഓരോ നെല്ലിക്ക ഉണ്ട്, വളരെ ചെറുത്. അപ്പോൾ പ്ലാന്റിൻ്റെ വലുപ്പത്തിന് അനുയോജ്യമായിട്ടുള്ള നെല്ലിക്കയാണ്. വലിയ ഫിലാന്തസ് എംബ്ലിക്ക എന്ന് പറഞ്ഞത് നെല്ലിയാണല്ലോ, നെല്ലി വലിയ മരമല്ലേ, അപ്പോൾ നെല്ലിക്കായും വലുതാണ്. അപ്പോൾ നെല്ലിക്ക വലുതാണെങ്കിൽ ഇത് ചെറിയ നെല്ലിക്കയാണ്. ഈ നെല്ലിക്ക അതിൻ്റെ ഇലയുടെ അടിയിലാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന നെല്ലിക്ക ഇലയുടെ മുകളിലാണ് കാണുന്നത്, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കാണുന്നത്. അതാണ് ഇതിന് കിഴാർനെല്ലി എന്ന് പേര് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കത്തില്ല, അത്ര വലിയ ഒരു നീണ്ട നിരയാണ്. ഇപ്പോഴേ ഒരുപാട് സ്ഥലത്ത് മഞ്ഞപ്പിത്തം പലർക്കും മഞ്ഞപ്പിത്തം വന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന് ഉത്തമ ഔഷധമാണിത്. എന്താണെന്നറിയോ, ഇതിനകത്ത് ഒരുപാട് ഔഷധ മൂല്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത് മഞ്ഞപ്പിത്തത്തിന് നല്ലതാണെന്ന് പറയുന്നത്. ഫിലാത്തിൻ, ഈ ഫിലാത്തിൻ ഇതിനകത്തുള്ളത് കൊണ്ടും ഹൈപ്പോഫിലാത്തിൻ, ഇത് രണ്ടും ഉണ്ട് ഇതിനകത്ത്. ഇത് രണ്ടും ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് ഇത് എങ്ങനെ കഴിക്കണമെന്നറിയാവോ? ഇത് പറിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതുപോലെ സമൂലം പറിച്ചെടുക്കണം, വേരോടുകൂടി പറിച്ചെടുക്കണം. വേരോടുകൂടി പറിച്ചെടുത്ത് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകണം. കഴുകി അത് അരച്ച് മോരിലോ പാലിലോ കുടിക്കാം. വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ആയുർവേദ മരുന്നുകൾ വെറും വയറ്റിൽ കുടിക്കാനാണ് വൈദ്യരെപ്പോഴും പറയുന്നത്, അല്ലേ? അപ്പം ഇലയുടെ അടിയിലുള്ള നെല്ലിക്കായുള്ള പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് കിഴാർനെല്ലിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അത് എവിടെ പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല. 1 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ഇത് തീർച്ചയായിട്ടും അവിടെ വന്നിരിക്കും. അത് നമ്മൾ വിളിക്കാതെ തന്നെ വരുന്ന ഒരു അതിഥിയാണിത്. ഈ അതിഥിയെ നിങ്ങൾ ഒന്നും കൊടുത്ത് സൽക്കരിക്കേണ്ട. അവരവിടെ കിട്ടുന്ന ആവശ്യ സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് തന്നെത്താനെ വളർന്ന് വലുതായി വീണ്ടും ഈ നെല്ലി, ഇതിൻ്റെ സീഡ് താഴെ വീണു ഉടനെ അവിടെ പിന്നെയും കിളിർക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇറങ്ങിപ്പോയി നോക്കിക്കോ, നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇതിനെ കാണാം. ഇത് ഇത്രയും നല്ല ഉപകാരമുള്ളതാണെന്ന് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്കേ അറിയാൻ പാടുള്ളൂ. ഇതിന് ആൻറ്റി ഇൻഫ്ലമേഷൻ്റെ കപ്പാസിറ്റി ഉണ്ട്, ആൻറ്റി ഡയബറ്റിക്കാണ്, ആൻറ്റി ഡയൂറിക്കാണ്, ബ്ലഡ് പ്യൂരിഫിക്കേഷന് നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണിത്. പ്ലാന്റ്സിൻ്റെ ഔഷധ ഗുണം കൊണ്ട് മാത്രമാണ് നമുക്കിത്
ഒരു മരുന്നുണ്ടാക്കാനായിട്ട് ഉപകരിക്കുന്നത്. സാധാരണ നെല്ലിക്ക വലുതല്ലേ, ഇതിൻ്റെ നെല്ലിക്ക തീർത്തും ചെറുതാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പം ഈ വൈകുന്നേരത്തെ വീടിന് ചുറ്റുവട്ടം, വീടിൻ്റെ പുറകിൽ, വഴിയിൽ, മുറ്റത്തിൻ്റെ അങ്ങേയറ്റത്തെ വീട്ടിലോട്ട് കയറുന്ന പടിപ്പുരയുടെ സൈഡിൽ എല്ലാം നിറച്ചതുണ്ട്. ഇത് വലുതാന്ന് നോക്കി, ഒരു ബൊക്കയുടെ അത്രയും വലുതായിട്ടാണ് ഇതിരിക്കുന്നത്. ഒരു സാധാരണ നമ്മൾ കഴിക്കുന്ന ഫിലാന്തസ് എംബ്ലിക്ക അതിൻ്റെ വലുപ്പം ഇതാണ്. എന്നാൽ ഫിലാന്തസ് നെറൂരിയുടെ എത്രയാ 5 സീഡ്, ഒരു സൈഡിൽ 5 സീഡ്, അതിൻ്റെ വലുപ്പം കണ്ടോ. അപ്പോൾ ഇത്രയും ചെറുതാണ് കിഴാർനെല്ലിയുടെ നെല്ലിക്ക. അപ്പോൾ ഈ കിഴാർനെല്ലിയുടെ നെല്ലിക്കയിൽ ഈ ഇല കണ്ടോ, ഇത് വൈകുന്നേരം ഞാൻ കളക്ട് ചെയ്തതുകൊണ്ട് ഇല ഉണങ്ങിയല്ല, ഇല വാടി എന്ന് പറഞ്ഞാൽ ഇല ഉറങ്ങിയിരിക്കുക. ഈ ഉറങ്ങിയ ഇലയുടെ ഒരു സൈഡ് ഞാൻ പറിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ ആ നെല്ലിക്ക കണ്ടോ. ഈ നെല്ലിക്ക ഈ കിഴാർനെല്ലിയുടെ ഈ നെല്ലിക്ക വിളഞ്ഞിട്ടില്ല, ഇത് യങ്ങാണ്. ഇത് ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഒരു ബ്രൗൺ നിറം പോലെ വരും. അത് സീഡ് മെച്ചുറായി കഴിയുമ്പോൾ താഴെ വീണ് വീണ്ടും അതവിടെ ഒരു പുതിയ പ്ലാന്റായിട്ട് വളരുന്നു. ഈ പ്ലാന്റിനെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നാന്ന് വെച്ചാൽ അവർ യഥാസമയം ആ സീഡ് മണ്ണിൽ വീഴ്ചിരിക്കും. അടുത്ത മഴക്കാലത്ത് അവർ വീണ്ടും ആരോടും പറയാതെ സ്പ്രൗട്ട് ചെയ്ത് അവിടെ ഇതുപോലെ റെഡിയായിട്ട് നിൽക്കും. എന്തിനെന്നറിയാവോ, നമുക്ക് പച്ചമരുന്ന് വേണ്ടേ, നമുക്ക് അസുഖം വരുമ്പോൾ നമ്മളെ ഓർത്ത് ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ ഔഷധ സസ്യങ്ങളെ നമ്മൾ ചുറ്റുപാടിലുമുള്ളവരെ ഓരോരുത്തരെയായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം.